ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ന്യൂമറൈസ് കുറച്ച് നമ്മൾ ഫ്യൂ ആയിട്ടുള്ള കമൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഏതൊരു CAD ഡ്രോയിങ് അറിയാത്ത ഒരാൾക്കും ഏതൊരു ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ഒരു പ്ലാൻ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ആക്കുക, അതിനുശേഷം UN എന്ന് ടൈപ്പ് ചെയ്യുക, യൂണിറ്റ് സെറ്റ് ആക്കുക. അത് പ്രിസിഷൻ 0 അല്ലെങ്കിൽ ഞാൻ മീറ്റേഴ്സിലാട്ടോ എടുക്കുന്നത്, മീറ്റർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് യൂണിറ്റ് സെറ്റായി. ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട, UN കൊടുക്കുക. ഇത് മീറ്റർ ആണെങ്കിൽ മീറ്റർ, നിങ്ങൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, ജസ്റ്റ് ഒന്ന് അതെടുത്ത് കൊടുക്കുക. ദെൻ ഇതിന് ശേഷം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ലൈൻ ടൂള്. ഇവിടെ കുറേ ടൂളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഉപയോഗിക്കുന്ന കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കമൻറ്റ്സ്, കുറച്ച് ടൂൾസ് ഞാൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, ഈസി ആയിട്ട് പഠിക്കാനും വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു ടൂൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ലൈൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. ലൈൻ ടൂൾ എന്ന് പറയുമ്പോൾ ഹോം ടാബിലായിട്ട് ഫസ്റ്റ് കാണുന്ന ടൂളാണ് എന്ത്, ലൈൻ ടൂള്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഷോർട്ട് കമാൻഡ് ഉണ്ട്. ഷോർട്ട് കമാൻഡ് എപ്പോഴും അറിഞ്ഞിരിക്കുക, കാരണം എന്നടിച്ചാൽ നമുക്ക് ആ ഒരു കമാൻഡ് കിട്ടും. ദെൻ ജസ്റ്റ് എന്താ വെച്ചാൽ ആ ഒരു കമൻറ്റ്, അതേപോലെ താഴെയുള്ള ഓർത്തോ മോഡ് ഞാൻ ഓണാക്കിയിട്ടു. ഓർത്തോ മോഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലാനാണ് വരയ്ക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. പക്ഷേ നമ്മൾ വരച്ച് വരുമ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ ഇങ്ങനത്തെ ഡ്രോയിങ്ങിന് കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇതിൽ നോക്കുമ്പോൾ കുറേയൊക്കെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് പോലെ തന്നെ വരണമെന്നില്ല. ജസ്റ്റ് ആ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് നമ്മൾ വരക്കുന്നത്. സോ ജസ്റ്റ് നോട്ട് ചെയ്യുക, ഈ ഒരു ഡ്രോയിങ്ങാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ജസ്റ്റ് സിമ്പിളാണ്. ബെഡ്റൂം, ലിവിങ് റൂം, സ്റ്റോറേജ്, ബാത്റൂം, കിച്ചൺ, അങ്ങനെ കുറച്ച് ഒരു ചെറിയൊരു ബിൽഡിംഗ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മൾ ഔട്ടർ ആയിട്ടുള്ള ഡയമെൻഷൻ എത്രയും നോക്കാം. നമുക്കൊരു ലൈന് വരയ്ക്കുമ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിലേറെ നല്ലത് ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ലേ ഔട്ട് ഉണ്ടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് L അമർത്തിയ ശേഷം L4 എന്താ, L അറിയണത് ലൈനിൻ്റെ ഷോർട്ട് കീ ആണ്, ഷോർട്ട് കമാൻഡാണ്. L അമർത്തുക. ദെൻ അതിന് ശേഷം ഇങ്ങോട്ടേക്ക് നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, ആ 8.5ഉം ഇങ്ങോട്ടേക്ക് 8ഉം, ആ ഒരു 8ഉം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ജസ്റ്റ് ഒരു സൈഡ് സെറ്റാക്കുക. ഒരു ഭാഗത്തെ ഒരു സൈഡ് സെറ്റാക്കുക. ഏത് ടൂളാണ് നമ്മൾ ഉപയോഗിച്ചത്? ലൈന്, L ആണ് ടൂളാണ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ മുകളിൽ ഹോം ടാബിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ കിടക്കുന്നത് L ആണ്, ലൈനാണ്. ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ഈ ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ലൈന് വരയ്ക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓർത്തോ. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തോ മോഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിയിലായിട്ട് കാണില്ല, ഒരു പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രിയിൽ നമുക്ക് ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓർത്താൽ മതി. 90 ഡിഗ്രി ആയിട്ട് ചെരിവൊന്നും ഇല്ലാതെ നമുക്ക് ലൈന് വരയ്ക്കണമെങ്കിൽ നമ്മൾ ആ ഒരു F8, നമ്മളെ കീബോർഡിൽ F8 അമർത്തിയാൽ മതി. സോ അത് നമ്മൾ F8 അമർത്തുമ്പോൾ ഓണാവും ഓഫാവും ചെയ്യും. സോ ഇത് ഞാനിപ്പോൾ ഒരു 8ഉം 8.5 എടുത്തിട്ട് ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു റെക്റ്റാങ്കിളാക്കിയിട്ട് എടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആണെങ്കിൽ നമുക്ക് രണ്ട് ഭാഗം, ഞാനിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് ഭാഗം ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് രണ്ട് ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അവിടെ നിന്ന് ഈ ഒരു ബെഡ്റൂം 4, അതേപോലെ ഇങ്ങോട്ടേക്കാട്ടെ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ലെങ്ത്താണ് ഉദ്ദേശിച്ചത് 4 + 2 + 2.5, അപ്പോൾ എത്ര 8.5. ഇത് ഇങ്ങോട്ട് താഴോട്ടാണെങ്കിൽ എത്ര വരിക, 4 + 4, സോ 8. ഇതിൽ നിന്ന് ഞാനൊരു ഒരു സൈഡ് മാത്രമായിട്ട് ഞാൻ വരച്ച്, ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ആ ഒരു സൈഡും ഈ ഒരു സൈഡും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തെ ഓഫ്സെറ്റ് എടുക്കുക. ഓഫ്സെറ്റ് എന്തിനാ, അതേപോലെയുള്ള ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ്സെറ്റ് എൻ്റർ അമർത്തുക. അതിന് ഡയമെൻഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ 0.2 ആട്ടോ എടുത്തിട്ടുള്ളത്, 0.2 എൻ്റർ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഈ ഇതും മനസ്സിലായില്ലേ? ലൈൻ ടൂൾ എടുത്തു, ഓഫ്സെറ്റ് എടുത്തു. ഈ രണ്ട് ടൂള് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ജസ്റ്റ് എൻ്റർ അമർത്തുക. ഇനിയിപ്പോൾ ആ ഒരു ഡയമെൻഷൻ 0.2 മാറ്റണം എന്ന് നോക്കിക്കോ. അപ്പോൾ ഞാൻ 4 ഇപ്പുറത്തോടെടുത്തു. അപ്പോൾ എന്താണ്, ആ ജസ്റ്റ് ഒന്ന് എൻട്രി അമർത്തുക, ആ ഒരു 4 കൊടുക്കുക, എൻട്രി അമർത്തുക. അതേപോലെ തന്നെ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് എങ്ങോട്ടാണോ വരേണ്ടത് വെച്ചാൽ അങ്ങോട്ടേക്ക് വലിച്ചിടുക. ഇപ്പം ഞാൻ എന്തായി, 4 ആയി. ഇനി അടുത്തത് എന്താണ്, 2 ആണ്. ജസ്റ്റ് എൻട്രി അമർത്തുക, ഇവിടെ ഡയമെൻഷൻ കൊടുക്കുക, എങ്ങനെ എൻട്രി അമർത്തുക.
സോ നമുക്ക് വീണ്ടും വീണ്ടും ആ ടൂൾ തന്നെ എടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എൻ്റർ അമർത്തിയാൽ തന്നെ നമുക്ക് ഏത് ഇതാണോ കൊടുക്കേണ്ടത്, ഏത് വാല്യൂ ആണോ കൊടുക്കേണ്ടത് അത് വരും, വാല്യൂ കൊടുക്കുക, എൻ്റർ അമർത്തുക. സോ ഇതേപോലെ ഓഫ്സെറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ലെങ്ത്ത് വൈസ്, ഞാൻ ഇങ്ങനെ കേട്ടോ ലെങ്ത്ത് വൈസ് എടുക്കുന്ന ലെങ്ത്ത് വൈസുള്ള ഡയമെൻഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ലേ. സോ ഇനി അടുത്ത ടൂള് എക്സ്റ്റൻഷൻ, എൻ്റർ. അതെന്തിനാണ് ഉപയോഗിക്കുക? ഇതേപോലെ റെഗുലറായ അങ്ങനെ ഈ ഒരു കണ്ടിന്യൂസ് ഇല്ലാത്തതിനൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുട്ടിക്കാം. ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ മുട്ടിക്കാത്ത എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതേപോലെ എല്ലാ ഒരു സൈഡും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്തായി, ജസ്റ്റ് ഒരു ബോക്സ് പോലെയായി, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈൻസ്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് ഈ ഒരു ബെഡ്റൂമിൻ്റെ 4ഉം സ്റ്റോറേജിൻ്റെ 2ഉം ബാത്റൂമിൻ്റെ 2.5 അല്ലേ? അതുവരെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഏതൊക്കെ ടൂളാണ് ഉപയോഗിച്ചത്? ലൈൻ ടൂൾ ഉപയോഗിച്ചു, ഓഫ്സെറ്റ് ഉപയോഗിച്ചു, എക്സ്റ്റൻഷൻ ഉപയോഗിച്ചു. 3 ടൂളാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചത്. ഈ ഒരു ടൂൾ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. കൂടാതെ ഒരു ടൂളും കൂടി നമുക്ക് മതി. ഏത്? ഡ്രിം പറഞ്ഞ ടൂള്. ആ ഡ്രിം പറഞ്ഞ ടൂളിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ മുമ്പായിട്ട് ഇത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഞാൻ 4 ഓഫ്സെറ്റ് എടുത്തു. ഇനി എത്രയാണ് ഓഫ്സെറ്റ് വരിക? 4. ഒരു 4 കൂടി വരും. ദെൻ ആ 4 കൂടി ഓഫ്സെറ്റ് വരും. ഈ ഒരു 0.2 ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, വാൾ തിക്നെസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇൻറ്റേർണൽ വാൾ തിക്നെസ്, ചിലപ്പോൾ ടോയ്ലറ്റിൻ്റെ ഒക്കെ വാൾ തിക്നെസ് 0.1 എന്നൊക്കെ വരായിരിക്കാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചെയ്തത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡയമെൻഷൻ എടുത്തു. ഡയമെൻഷൻ അത് മുകളിലെ കണ്ട ആ ഒരു ഡയമെൻഷൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഈ ഒരു ഡയമെൻഷൻ എടുക്കുമ്പോൾ മുകളിലുള്ള ടൂളില്ലേ, ആ മുകളിലെ ഡയമെൻഷൻ കണ്ടോ, അതെടുക്കാം. ഒന്ന് അമർത്തിയിട്ടും എടുക്കാം. കമൻ്റ് ഉണ്ട്, ഏതാണ് നിങ്ങൾക്ക് സുഖമായിട്ട് അതെടുക്കുക. ഇനി അടുത്തത് ഡ്രിം, DR അമർത്തുക. അതിനുശേഷം ഇതേപോലെ ഓരോ സ്ഥലത്തും നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഡിലീറ്റായി പോകും. ജസ്റ്റ് ഇങ്ങനെ ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ ഇറേസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഒരു സൈഡ് മൊത്തം ഇറേസ് ആയി പോകും. ഡ്രിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിം ചെയ്യില്ലേ, അതാണ് അതിൻ്റെ പർപ്പസ്. ഇറേസ് ടൂളും ഡ്രിമ്മും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇറേസ് എന്ന് പറയുന്നത് ആ ഒരു മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഇറേസ് ആയി പോകും. ഡ്രിം എന്ന് പറയുന്നത് അത് മാത്രമേ ഡ്രിം ആയി പോകത്തുള്ളൂ. ഇത് ഈ ഒരു ടൂളും കൂടി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ ട്രിമ്മൊക്കെ ചെയ്ത് ഞാൻ റെഡിയാക്കി കേട്ടോ. ഇത് ഓക്കെ. ഇനി എന്താ വേണ്ടത്? ഈ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഇതും ഇത് ഈ ഒരു ഓഫ്സെറ്റും ഡ്രിമ്മും ഈ ഒരു ഇത് അല്ലാതെ വേറെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഈ ലൈൻ ടൂൾ എടുത്തത് നമ്മൾ ഫസ്റ്റാണ് ലൈൻ ടൂൾ എടുത്തത്, പിന്നെ ഒക്കെ ഓഫ്സെറ്റും ഡ്രിമ്മും എന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയത്. ഈ ഒരു ഓഫ്സെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഈ ഒരു വാളായിക്കോട്ടെ റൂമിൻ്റെതായിക്കോട്ടെ ഒക്കെ സെറ്റാക്കിയത് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന ടൂൾ എന്ന് പറയുന്നത് ലൈൻ ടൂള്, പിന്നെ ഏതാണ് ലൈൻ ടൂൾ ഉപയോഗിച്ചു, പിന്നെ ഓഫ്സെറ്റ് ഉപയോഗിച്ചു, പിന്നെ ഡ്രിം ഉപയോഗിച്ചു, എക്സ്റ്റൻഷൻ അതും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കിയത്. സോ ഈ ഒരു ടൂൾസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, കമൻറ്റ് ചോദിക്കുക. പിന്നെ ഈ ഒരു കമൻറ്റ് ഇതിൽ നമ്മൾ ഇതേപോലെ എല്ലാം നമുക്ക് DR അമർത്തി ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരാളെ, ഇപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു, പക്ഷേ ഇത് ട്രിം ആയി പോയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി, അല്ലെങ്കിൽ നമുക്ക് ഈ റൈസ് അമർത്താം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് അമർത്തിയാലും താനെ പോകും. ഈ ഒരു ഇതുവരെ ഒരു ഡൗട്ടും ഇല്ലയെന്ന് വിചാരിക്കുന്നു. നമ്മളതിൻ്റെ ഒരു ലേഔട്ട്, ഈ ഒരു വീടിൻ്റെ ലേഔട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഔട്ടർ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഇത് ബെഡ്റൂമാണ്, അല്ലെങ്കിൽ ഇത് സ്റ്റോർ ഏരിയ, അല്ലെങ്കിൽ ഇത് കിച്ചൺ, അങ്ങനെയുള്ളത് നമ്മൾക്ക് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഡോർസ് വെക്കണം, വിൻഡോസ് വെക്കണം, എല്ലാം വേണ്ടേ? ഡോർസ് ആൻഡ് വിൻഡോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ ഡോർസ് ആൻഡ് വിൻഡോസ് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് സാമ്പിൾ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് CAD-ൻ്റെ ബ്ലോക്സ് തന്നെ ആയിട്ട് അവൈലബിൾ ആയിരിക്കും, ഡോർസിൻ്റെ ബ്ലോക്സൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.